നല്ല ഭംഗിയായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട് രശ്മി. എന്താ നല്ല രസമുണ്ട് കാണാൻ തന്നെ വെള്ള പേപ്പറിൽ. അപ്പം ഞാൻ വേഗം അത് വായിക്കാം. ഞാൻ മുമ്പൊരു കൃഷ്ണഭക്തി അല്ലായിരുന്നു കേട്ടോ. മുൻപ് എൻ്റെ അനിയനെ ചോറുകൊണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് 3 വയസ്സാണ്. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പോയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതും ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ, കൃഷ്ണനെ കണ്ടതൊന്നും. പിന്നെ ക്യൂവിൽ കുറേ നിന്നത് കൊണ്ട് അന്നും ഭക്തിയൊന്നും തോന്നിയില്ല. ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ആദ്യം ഞാനാണ് വന്നത്. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ വന്നു. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു. വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ സാധാരണ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ മുൻപെങ്ങും മേടിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതോ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന ടേബിളിൽ ഗുരുവായൂരപ്പനും വന്നു. ഇപ്പോൾ 3 മാസമായി ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സ് നിറയായി. ഞാൻ പോലും അറിയാതെ യാതൊന്നും കാൺപത് നാരായണ, എല്ലാം കേൾക്കുന്നത് നാരായണൻ്റെ പാട്ടുകൾ, ചെയ്യുന്നതെല്ലാം നാരായണ അർച്ചനകൾ, അതിനുശേഷം ത്രിമധുരം കണ്ണിൽപ്പെടുന്നത്. ഇപ്പോൾ എന്നും എപ്പോഴും കേൾക്കും, കണ്ണു ഒഴുകിക്കൊണ്ടേയിരിക്കും. എൻ്റെ 2 മക്കളുടെയും പേര് അനന്തകൃഷ്ണനെന്നും നന്ദകിഷോറുമാണ് കേട്ടോ. എന്താ ഗോവിന്ദ? ഒപ്പോ ഒച്ച വരെ ഇതൊന്ന് വായിക്കട്ടെ. കൃഷ്ണ എൻ്റെ നന്ദ എന്നാണ് വിളിക്കുക. ഹസ്ബൻഡും കുട്ടികളും പോയി കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞികൃഷ്ണനോട് കുറേ വർത്തമാനം പറയും. എനിക്കിത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ, ഒരു ഊഹമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണൻ പറഞ്ഞിട്ടാണ് ഞാനിത് എഴുതുന്നത് എന്ന് കേട്ടോ. ഞങ്ങൾ മുൻപ് കുവൈറ്റിലായിരുന്നു, ഈയിടെയാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യ കാലങ്ങളിൽ ഒത്തിരി സങ്കടങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കണ്ണൻ കൂടെ വന്നത്. കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ കാരണം ആകെ തെറ്റിക്കുമെന്ന് ഉറപ്പായിരുന്നു. പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം, ഫെയിൽ ആയാലും വിഷമിക്കണ്ട എന്ന്. ഞാൻ കണ്ണനെ കൂട്ടി ടെസ്റ്റിന് വണ്ടിയിൽ കയറി. പിന്നെ എന്താണ് നടന്നതെന്ന് കണ്ണനെ അറിയൂട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാ എക്സാമിനർ പറഞ്ഞു, യു ആർ എ ഗുഡ് ഡ്രൈവർ എന്ന്. ഞാൻ അദ്ദേഹത്തെ പിന്നെയും നോക്കി. ഒരുപാട് നന്ദി പറഞ്ഞു കേട്ടോ. എൻ്റെ കണ്ണനാണ് ഡ്രൈവ് ചെയ്തതെന്ന് എനിക്കല്ലേ അറിയൂ. എൻ്റെ കണ്ണനെ കാണാൻ എനിക്ക് ഗുരുവായൂർ വരണം. നാട്ടിൽ വരുമ്പോൾ എനിക്ക് ജോബായില്ല. കണ്ണൻ ഉടനെ അത് ശരിയാക്കും. അപ്പോൾ ഞാൻ അതും ത്രിമധുരത്തിൽ പറയും, എൻ്റെ കണ്ണ, ഒരിക്കലും ഞാനെന്ന ഭാവം തോന്നല്ലേ, സർവം കൃഷ്ണാർപ്പണമസ്തു. അവസാനത്തെ ആ വരിയുണ്ടല്ലോ, ഞാനെന്ന ഭാവം തോന്നല്ലേ, അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് കേട്ടോ. എല്ലാവരുടെ ജീവിതവും സാർത്ഥകമാവാൻ ആ ഒരൊറ്റ ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി. അപ്പോൾ ഇതൊരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഡ്രൈവറായിട്ട് സാരഥിയായിട്ടാണ് ഭഗവാൻ കൂടെ കൂടുന്നത്. ആരുടെ സാരഥി കൂടെയായിരുന്നു? അർജുൻ്റെ തേര് തെളിക്കുന്ന ആ ഭഗവാനെ. അങ്ങനെ ഒരു സാരഥി നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം എവിടെ എത്തുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സുഹൃത്തിനെ കണ്ടെത്താം. നമ്മളെ കഴിവുകളുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും സാരഥി, സതീർത്ഥനായിട്ട് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവുന്ന ഒരാൾ. അല്ലെങ്കിൽ സുഹൃത്ത് തന്നെ ആവണമെന്നില്ല, നമ്മളെ അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും, നമുക്ക് വേണ്ടിയുള്ള ആരെങ്കിലും ആയാൽ മതി. ആ ഒരു സങ്കല്പം നിങ്ങൾ ഈ ചേച്ചിക്ക് രശ്മി ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് അറിയില്ലേ, എങ്കിലും ചേച്ചി തന്നെ വിളിക്കല്ലേ. അപ്പോൾ എന്തായാലും സന്തോഷമായി. അതിനിടയ്ക്ക് എൻ്റെ ഗോവിന്ദൻ ഇവിടെ വന്ന് ഒരു ചെറിയൊരു കളിയൊക്കെ കളിച്ചു പോയി. അദ്ദേഹമാണ് എൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ തന്നെയല്ലേ, ഗോവിന്ദൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളെല്ലാവരും അയച്ചു തരുന്നത്. എന്താ കഥ, ഒരു സുഖമാണ് കേട്ടോ, വളരെ സുഖം, സന്തോഷം. എന്താ പറയുക, ഒന്നും പറയാനില്ല. എന്താ കഥ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഹരേ കൃഷ്ണ. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ കുറേ ആളുകൾക്കൊക്കെ കൊടുത്തു. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.